ദൈവം നമുക്ക് ഇന്ന് വൈകിട്ട് ഇതുപോലൊരു അവസരം ദൈവം നൽകുന്നല്ലോ. ദൈവത്തോട് നന്ദി പറയുവാനും അല്പസമയം ഈ വാത്സല്യ കുടുംബത്തോട് ചേർന്ന് സന്തോഷിക്കുവാനുമായിട്ട് നാം സമയത്തെ വേർതിരിക്കുകയാണ്. ദൈവമായ കർത്താവിത്രത്തോളം ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു, ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ കൃപ വാത്സല്യ കുടുംബത്തോട് കൂടെ കർത്താവ് ഈ കുടുംബത്തെ വീണ്ടും അനുഗ്രഹിക്കുവാൻ, അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞ് ആമേൻ ഈ ലോകത്ത് അനുഗ്രഹിക്കപ്പെട്ടവനായി വളരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം ആവശ്യമാണ്. ഈ ലോകത്ത് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ സക്സസിനും ദൈവത്തെങ്കിലുള്ള ആശ്രയവും ദൈവത്തിനെങ്കിലുള്ള വിശ്വാസവും നമുക്ക് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ദൈവം നമ്മളെ എല്ലാ നിലകളിലും സഹായിക്കുകയും മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വലിയ കരുണയും കൃപയും നമ്മുടെ മേൽ പകരുന്ന ഒരു ദൈവമാണ്. ഇന്ന് രാത്രി നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയോട് അടുത്ത് വരുമ്പോൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് സങ്കീർത്തനം 128 ദൈവസന്നിധിയിൽ വായിക്കാനായിട്ട് താല്പര്യം പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. വായിച്ചു. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേൽ മേൽ സമാധാനം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ദൈവം കൂടെ ഉണ്ടാകുമെന്നുള്ള വ്യക്തമായ ഉറപ്പ് ഈ വിശുദ്ധ ബൈബിൾ നൽകുന്നു. ഇന്ന് രാത്രി ഈ കുടുംബത്തിനും ആ ദൈവിക ഉറപ്പ് ലഭ്യമായതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ നീ നടക്കേണ്ടുന്ന വഴിയിൽ നിന്നെ അഭ്യസിപ്പിക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ദൈവകൃപയിലും ദൈവഭയത്തിലും വളർത്തുക എന്നുള്ള ഉത്തരവാദിത്തം ഓരോ മാതാപിതാക്കൾക്കും കടപ്പെട്ടിരിക്കുന്ന കാര്യം ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഈ കുടുംബത്തിനും നമുക്ക് ഓരോരുത്തർക്കുമുള്ള നമ്മുടെ തലമുറകൾക്കൊക്കെ കർത്താവിന്റെ ഭയത്തിൽ വളരുവാൻ, കർത്താവിന്റെ കൃപയിൽ വളരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഈ കുടുംബത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമല്ലോ. ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഈ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിപ്പാനായിട്ട് പോവുകയാണ്. ഈ കുഞ്ഞിന്റെ അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞിന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. നമ്മൾ ഇത്രയും പേരും ഇവിടെ വന്ന് ആ ബർത്ത്ഡേ അവരോടൊപ്പം, ആ കുഞ്ഞിനോടൊപ്പം, ആ കുടുംബത്തോടൊപ്പം സന്തോഷിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ ആ കുടുംബത്തെ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ അങ്ങയുടെ തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ നന്ദി കരയറ്റുകയാണ്. കർത്താവേ, ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ വാത്സല്യ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പ്രിയ ജബി, ആമേൻ, സ്തോത്രം. പ്രിയാനി അവരെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർക്ക് ദാനമായി കൊടുത്ത പൈതൽ ഈത്തനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, മക്കൾ യഹോവ നൽകുന്ന ദാനമാണ് എന്നാണ് അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത്. സ്വർഗത്തിലെ ദൈവമായ കർത്താവെ, അവർക്ക് കൊടുത്ത കുഞ്ഞിനെ കഴിഞ്ഞൊരു വർഷം ദൈവം അതിശയകരമായി സൂക്ഷിച്ചു, ദൈവം പരിപാലിച്ചു, ദൈവം സംരക്ഷിച്ചു. അതുകൊണ്ട് എല്ലാ മഹത്വവും എല്ലാ നന്ദിയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയാണ്. ഈ ലോകത്തിലെ ഓരോ ചുവടുവെപ്പുകളിലും ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവെ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് കർത്താവെ, ഹല്ലേലൂയ, ഒരിക്കൽ കൂടെ കർത്താവെ, പ്രിയപ്പെട്ട അമൻ മാതാപിതാക്കളെയും അമൻ പൈതൽ നേതനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്.
കർത്താവ് അവൻ വീണ്ടും അവിടുത്തെ വലിയ കൃപയിൽ അവരെ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ ഈ തന്നെ ദൈവത്തിന്റെ വലിയ കൃപയിൽ അവൻ വളർത്തുവാൻ സ്വർഗത്തിലെ ദൈവം പ്രിയ മാതാപിതാക്കളായ അവൻ ജോബിയെയും ആനിയെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തോടൊപ്പം സന്തോഷിക്കുമ്പോൾ അവരെ ദൈവകരങ്ങളിൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങളിൽ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഈ ലോകത്തിൽ മനുഷ്യവർഗത്തോട് ഞങ്ങളോട് ഓരോരുത്തരോടും അങ്ങ് കാണിക്കുന്ന കരുണയ്ക്കും ദയക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. സ്തോത്രം കരയറ്റുകയാണ്. ഓരോ ജീവിതവും ഓരോ നിമിഷവും ദൈവത്തിന്റെ ദാനമാണല്ലോ. അതിന് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തോട് നന്ദി പറയുന്നു. ദൈവത്തിനെല്ലാം പുകഴ്ചകളും അർപ്പിക്കുന്നു. ദൈവത്തിനെല്ലാം മാനവും അർപ്പിക്കുകയാണ്. കർത്താവേ സ്തോത്രം. ഒരിക്കൽ കൂടെ ഈ തന്നെ സമർപ്പിക്കുകയാണ്. അവന്റെ വളർച്ചയിൽ കൂടെ ഇരിക്കണമേ. ബാലാനിഷ്ഠതകൾ അവനെ വിടുവിക്കണമേ. തമ്പുരാന്റെ സാന്നിധ്യത്തിൽ അവനെ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്നാണല്ലോ അങ്ങയുടെ വചനം പറയുന്നത്. പൈതലേതൻ കർത്താവേ ഹല്ലേലൂയ, ദൈവത്തിന്റെ വഴിയിൽ തന്നെ നടക്കുവാൻ കർത്താവിനോട് മനസ്സറിയണമെന്ന് താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. കൃപയിൽ പൊതിയണം. ഞങ്ങൾ എത്രത്തോളം സഹായിച്ചല്ലോ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. കുടുംബത്തോടൊപ്പം സന്തോഷിച്ച് ക്ഷമത്തോടെ അവൻ മടങ്ങിപ്പോകുക എല്ലാവരെയും ദൈവം കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കൈക്കൊണ്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ.